വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ക്രീമി മഷ്റൂം ചിക്കൻ സൂപ്പാണ് കുക്ക് ചെയ്യുന്നത്. ഇതിൽ ഹെവി ക്രീമോ അല്ലെങ്കിൽ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. റെസിപ്പിയിലോട്ട് പോകാം. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പോലത്തെ ബട്ടൺ മഷ്റൂംസ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് ഉപ്പുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് ആ തണ്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് തിക്നെസ് കുറയ്ക്കുകയൊന്നും വേണ്ട, ഒരല്പം തിക്നെസ് ആവാം. ഇത് വളരെ വേഗം കുക്കായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ മഷ്റൂംസും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എല്ലാ മഷ്റൂംസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചൂടായ കടായിലേക്ക് ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. മഷ്റൂംസിന് ഉള്ളിൽ തന്നെ ഒരു ജലാംശമുണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ എണ്ണയോ ഒന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് തന്നെ ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. ആ വെള്ളമെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതിൽ നിന്നിപ്പോൾ നല്ലപോലെ വെള്ളം ഇറങ്ങിയതാണ്. ഇതിനൊരു എക്സാക്റ്റ് ടൈം ഞാൻ പറയുന്നില്ല. ഈ വെള്ളം മുഴുവനായിട്ട് വറ്റി വരുന്ന ഈ ഒരു പരുവം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പരുവം വരെ കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് ബട്ടർ ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോൾട്ടഡോ അൺസോൾട്ടഡോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടറും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് വഴറ്റിയെടുക്കാം. കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ വഴറ്റിയെടുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ സെയിം കടായിലേക്ക് വീണ്ടും 1 ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് ബോൺലെസ് ചിക്കൻ 200 ഗ്രാം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചിക്കൻ അരിയാം, അവരവരുടെ താല്പര്യത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഈ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ മുന്നേ വഴറ്റി വെച്ച മഷ്റൂമിൻ്റെ 1/4 ഭാഗവും ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച 10 കാഷ്യൂനട്ടും അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കുക്കായ ചിക്കനിലേക്ക് നമ്മൾ മുന്നേ അരച്ച് വെച്ച മഷ്റൂം കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ്. ഈ പേസ്റ്റാണ് നമ്മുടെ സൂപ്പിന് ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത്. ആ ജാറിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ആ ജാറിലെ കണ്ടൻറ്റ് അല്പം കൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കൂടെ ലൂസായിട്ട് വേണ്ടിയവർക്ക് അല്പം കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം നേരം കഴിയുമ്പോൾ തന്നെ ഇത് വളരെ തിക്കായതുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ സൂപ്പിനുള്ളത്. അവസാനമായിട്ട് നമ്മൾ മുന്നേ 1/4 ഭാഗമാണ് എടുത്ത് അരച്ചത്. ബാക്കി 1/4 ഭാഗം മഷ്റൂം ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. മൈദയോ ഹെവി ക്രീമോ ഒന്നും ചേർക്കാത്ത നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്രീമി മഷ്റൂം ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം മല്ലിയിലയും കൂടെ മുകളിൽ തൂകിയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്